പിണറായി വിജയനും അജിത് കുമാറും മൂലക്കിരുത്തിയ പി വിജയൻ ഇനി പോലീസിന്റെ തലപ്പത്ത് തന്നെയുണ്ട്. പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. പി വിജയന് ക്രമസമാധാന ചുമതല. എസ് ശ്രീജിത്ത് ജയിൽ മേധാവി. UDF സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. പി വിജയനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കി. ഇന്റലിജൻസ് മേധാവിയായിരുന്നു വിജയൻ. ADGP എച്ച് വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് ADGP ആക്കി. എസ് ശ്രീജിത്താണ് പുതിയ ജയിൽ മേധാവി. ജയിൽ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായയെ സായുധ പോലീസ് ബറ്റാലിയൻ ADGP ആക്കി. ദിനേന്ദ്ര കശ്യപാണ് ഇന്റലിജൻസ് മേധാവി. ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി IG ആയിരുന്ന ഹർഷിത അട്ടല്ലൂരിയെ പോലീസ് ആസ്ഥാനത്തെ IG ആക്കി. ഇന്റലിജൻസ് IG ആയിരുന്ന എസ് ശ്യാംസുന്ദറാണ് ക്രൈംബ്രാഞ്ച് IG. ആർ നിശാന്തിനി ഇന്റലിജൻസ് IG ആകും. DIG യതീഷ് ചന്ദ്രയാണ് എറണാകുളം റേഞ്ച് DIG. നിലവിൽ കണ്ണൂർ റേഞ്ച് DIG ആയിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന K കാർത്തികിനെ തൃശൂർ റേഞ്ച് DIG ആക്കി. T നാരായണനാണ് കണ്ണൂർ റേഞ്ച് DIG. എറണാകുളം റേഞ്ച് DIG ആയിരുന്ന ആറൂൾ RB കൃഷ്ണയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. തിരുവനന്തപുരം സ്വദേശിയാണ് അരുൾ. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന മെറിൻ ജോസഫിനെ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയാക്കി. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയാണ് കോഴിക്കോട് കമ്മീഷണർ. ആലപ്പുഴയിൽ KSU പ്രവർത്തകർക്ക് നേരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ നടത്തിയ മർദ്ദനം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. KSAV ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്ന പ്രശാന്തൻ കാണി BK ആണ് തിരുവനന്തപുരം റൂറൽ മേധാവി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുവിനെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയാക്കി. CPM പുകയുകയാണ്. നേതാക്കളോടുള്ള അതൃപ്തി കീഴ്ഘടകങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. യഥാർത്ഥ തിരുത്തൽ ഓഗസ്റ്റിന് ശേഷം. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPM തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നേതാക്കൾക്കടക്കമുള്ള അതൃപ്തി കീഴ്ഘടകങ്ങളിലേക്കും വ്യാപിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന ജില്ലാ കമ്മിറ്റികളിൽ ശക്തമായ എതിർപ്പാണ് ഉയരുന്നത്. കണ്ടെത്തിയ പിഴവുകൾ സംഘടനാ വീഴ്ചയുടെ കണക്കിൽപ്പെടുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്തിയവരെ സംരക്ഷിക്കുന്ന രീതി പാടില്ലെന്നാണ് വിമർശനം. ഓഗസ്റ്റിൽ നിശ്ചയിച്ച വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി മിനി പ്ലീനമാണ്. അതിൽ മുഖം മാറ്റം ഉണ്ടാക്കാനുള്ള നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് സൂചന. പരാജയത്തെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ കീഴ്ഘടകങ്ങളിൽ നടക്കുന്ന നിർഭയമായ ചർച്ചകൾക്ക് ശേഷം മതിയെന്ന് തീരുമാനിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി അറിയിക്കുകയും ചെയ്തു. തുറന്ന ചർച്ച നേതാക്കൾക്കെതിരെയുള്ള വിചാരണയായി മാറി എന്നതാണ് പിന്നീടുള്ള അനുഭവം. പിണറായി വിജയനും MV ഗോവിന്ദനും സ്ഥാനമൊഴിയണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. ഇതെല്ലാം ഒഴിവാക്കിയാണ് ഒടുവിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ വീഴ്ചകൾ സമ്മതിച്ചെങ്കിലും ആർക്കാണ് വീഴ്ചയുണ്ടായതെന്ന് മാത്രമില്ല. അതിനെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തോമസ് ഐസക് അടക്കമുള്ളവർ വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ജില്ലകളിലെ വിമർശനം. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് മണ്ഡലം ജില്ലാ കമ്മിറ്റികളിൽ ഭൂരിപക്ഷം പേരും അറിയിച്ചിട്ടും അവരുടെ പേര് മാത്രം സംസ്ഥാന കമ്മിറ്റി അറിയിച്ചത് ആര് നിർദ്ദേശിച്ചിട്ടാണെന്നാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷിനോടുള്ള ചോദ്യം. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പലരും ക്ഷോഭിച്ച് സംസാരിച്ചതായാണ് വിവരം. കണ്ണൂരിലെ പാർട്ടിക്കുള്ളിലെ തർക്കം മനസ്സിലാക്കിയാണ് MLA മാരായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പത്രസമ്മേളനം നടത്തിയത്. ശ്യാമളയെ തീരുമാനിച്ചിട്ടില്ലെന്ന് അന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ആൾ എന്ന നിലയിലാണ് TK ഗോവിന്ദൻ വെളിപ്പെടുത്തുന്നത്. CPM-ലേക്ക് തീകോരിയിടുന്നതാണ് ഗോവിന്ദന്റെ ഈ വെളിപ്പെടുത്തൽ. പാർട്ടിയിലെ യഥാർത്ഥ തിരുത്തൽ ഓഗസ്റ്റിന് ശേഷം സംഭവിക്കുമെന്നാണ് ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണം. വിപുലീകൃത സംസ്ഥാന സമിതി യോഗം സംഘടനാ തിരുത്തലിന് രൂപം നൽകും. ഇതിൽ നേതൃമാറ്റമടക്കം സംഭവിച്ചേക്കാമെന്നാണ് സൂചന. നേതാക്കളിൽ പലരും ഈ മനസ്സുള്ളവരാണെങ്കിലും അവർ പ്രത്യക്ഷത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. KK ശൈലജയെ നിർത്തി തോൽപ്പിച്ചു. മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് വീഴ്ച. CPM-ൽ കുറ്റപ്പെടുത്തൽ. പാർട്ടിക്കാരോടും ജനങ്ങളോടും മാന്യമായി ഇടപെടുന്നതിൽ രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് വീഴ്ച പറ്റിയെന്ന CPM-ന്റെ ഏറ്റുപറച്ചിൽ
കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള വിമർശനത്തിൽ ഏതെല്ലാം മന്ത്രിമാരെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും ആരുടെയും പേരെടുത്തു പറയാതെയാണ് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഇത് സമ്മതിച്ചത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗം വിളിച്ചു ചേർത്തെങ്കിലും പൂർണ്ണമായി മാറ്റമുണ്ടാക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതുവിൽ LDFന് എതിരായിരുന്നു. പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശനുമായി പാർട്ടി നേതൃത്വത്തിന് ചങ്ങാത്തമുണ്ടെന്ന ധാരണ ജനങ്ങളിൽ ഉണ്ടായതാണെന്ന സൂചനയും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയുന്നില്ല. വെള്ളാപ്പള്ളിയെ പിന്തുണച്ച പ്രസ്താവനകൾ കൊണ്ട് ന്യൂനപക്ഷത്തെ എതിരാക്കിയവരുടെ പേര് പറയാത്തതെന്ത് എന്ന ചോദ്യം റിപ്പോർട്ടിങ്ങിനിടെ ചില ജില്ലാ കമ്മിറ്റികളിലും ഉണ്ടായി. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരത്തിൽ ലത്തീൻ ബിഷപ്പിനെതിരെ കേസെടുത്തതും പോലീസ് നടപടിയും തീരദേശ മേഖലയിലെ ലത്തീൻ നോട്ടുകൾ കൂട്ടത്തോടെ എതിരാക്കി. കൊച്ചി പോലെയുള്ള മണ്ഡലത്തിലെ അട്ടിമറി ഞെട്ടിച്ചു. KK ശൈലജയെ നിർത്തി തോൽപ്പിച്ചെന്നും താഴെത്തട്ടിൽ വിമർശനം ഉയർന്നെങ്കിലും ശൈലജ എന്ന പേര് പോലും അവലോകന റിപ്പോർട്ടിലില്ല. ജില്ലാ കമ്മിറ്റിക്ക് മുതൽ ലോക്കൽ കമ്മിറ്റി വരെ നടന്ന ചർച്ചയുടെ മിനിറ്റ്സിന്റെ കാർബൺ പകർപ്പാണ് സ്കാൻ ചെയ്ത് ചില ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന സെന്ററിലേക്ക് നൽകിയത്. ചില ജില്ലകളിൽ ജില്ലാ കമ്മിറ്റികൾ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെന്ററിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശ്യാമള, വെള്ളാപ്പള്ളി, പത്മകുമാർ. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൽ ഏതായാലും CPMന്റെ 3 തിരുത്തുകളുണ്ട്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പാർട്ടി സമ്മതിച്ചതും വെള്ളാപ്പള്ളിയെ തള്ളിയതും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന സമിതി 3 തിരുത്തലുകൾ വരുത്തിയതോടെ മണ്ഡലം കമ്മിറ്റിയിൽ എതിർപ്പുയർന്നിട്ടും PK ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായത് എങ്ങനെയെന്ന സംസ്ഥാന സമിതിയിൽ ചോദ്യമുയർന്നു. കടുത്ത വിമർശനത്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. പിണറായി വിജയനും MV ഗോവിന്ദനും പദവി ഒഴിയണമെന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. ഇതിനിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ EDക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അവധി അപേക്ഷ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ EDയുടെ ചോദ്യം ചെയ്യലിന് വീണ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കാട്ടി അവധി ചോദിച്ച വീണ EDക്ക് കത്തയച്ചു. അപേക്ഷ പരിഗണിക്കുന്നതിൽ ED തീരുമാനമെടുക്കും. ED കൊച്ചി യൂണിറ്റിൽ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിന് മറുപടിയായാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വീണയുടെ അവധി അപേക്ഷ. ഇമെയിൽ വഴിയാണ് അപേക്ഷ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന മുഴുവൻ രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകർ വഴി നൽകാമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയുള്ള അവധി അപേക്ഷ വൈദ്യപരിശോധനാ രേഖകൾ സഹിതം സമർപ്പിച്ചാൽ ED പരിഗണിക്കാറുണ്ട്. PMLA നിയമപ്രകാരം നൽകിയ സമൻസിൽ പ്രതി നേരിട്ട് ഹാജരാകണം. ഒരു ദിവസത്തെ അവധി വീണയ്ക്ക് അനുവദിച്ചാലും മറ്റൊരു ദിവസം ഹാജരാകേണ്ടി വരും. അഭിഭാഷകർ വഴി രേഖകൾ നൽകുന്നത് പരിഗണിച്ചേക്കില്ല. കേസിൽ വീണയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെ CMRL അധികൃതരിലേക്ക് കടക്കാനാണ് EDയുടെ നീക്കം.